I hear the sounds of your heartbeat. I can hear it now. I can hear it now. I hear the sounds. I can hear it now. Hi guys, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ മംഗ്ലീഷ് മൊമെന്റ്സ് ബൈ മീര. അപ്പോൾ ഇന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാരറ്റ് ജ്യൂസാണിത് കേട്ടോ. നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് പിഴിഞ്ഞെടുത്ത്. പിന്നെ ഇത് അലോവേര ജെല്ല്. അപ്പോൾ നമ്മളത് വീട്ടിലുള്ള അലോവേര തന്നെ മുറിച്ച് അതിൻ്റെ ജെല്ലെടുത്ത് മാറ്റി വെച്ചിരിക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് വെളിച്ചെണ്ണ. അപ്പോൾ അത് തന്നെ ചട്ടി ചൂടാക്കി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മളുടെ ക്യാരറ്റ് ജ്യൂസ് ആഡ് ചെയ്യും. ഇത് ഫ്രിഡ്ജ് വെച്ചേച്ച് എടുത്തിരുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ കട്ടയും വിട്ടുമൊക്കെ ഇരിക്കുന്നത്. പിന്നെ നമ്മളുടെ അലോവേര ജെല്ലും കൂടെ നമ്മൾ ആഡ് ചെയ്യും ഇതിലേക്ക്. ഇനി നമ്മളിതിനെ പതിയെ നല്ലപോലെ ഇളക്കി അത് നല്ല ബ്രൗൺ ആയിട്ട് അത് വിട്ട് വരുന്നത് വരെ നമ്മളിങ്ങനെ ചെയ്യണം. അപ്പോൾ അതിലേക്ക് ഈ ക്യാരറ്റിൻ്റെയും അലോവേരയുടെയും എല്ലാം ഇത് നമ്മളുടെ ഹോട്ട് ഇൻഫ്യൂഷൻ ആണല്ലോ നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള അതിൻ്റെ സത്തൊക്കെ നമ്മളുടെ എണ്ണയിലേക്ക് ഇറങ്ങും. നമുക്കിങ്ങനെ ഓയിൽ ഉണ്ടാക്കുന്നത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഹോട്ട് ഇൻഫ്യൂഷനും ചെയ്യാം, കോൾഡ് ഇൻഫ്യൂഷനും ചെയ്യാം. അപ്പോൾ ഈ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ കോൾഡ് ഇൻഫ്യൂഷൻ ചെയ്യാം. കോൾഡ് ഇൻഫ്യൂഷനാണ് ഹോട്ടിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കുപ്പിയിൽ എണ്ണയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളാണ് അത്, അല്ലെങ്കിൽ ഏതാന്ന് വെച്ചാൽ നമുക്ക് ഏത് ഇൻഫ്യൂഷനാണോ വേണ്ടത് അതും കൂടെ ആഡ് ചെയ്തിട്ട് തണുപ്പുള്ള സ്ഥലത്ത് ഇരുട്ടത്ത് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 മാസം കൊണ്ട് അതിൻ്റെ സത്തെല്ലാം എണ്ണയിലേക്ക് ഇറങ്ങി. അങ്ങനെയാണ് നമ്മളുടെ എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ അവരുണ്ടാക്കുന്നത് കോൾഡ് ഇൻഫ്യൂഷൻ വഴിയാണ്. നമുക്ക് കേരളത്തിൽ കോൾഡ് ഇൻഫ്യൂഷൻ പറ്റത്തില്ല, കാരണം നമുക്ക് ആ തണുപ്പില്ലല്ലോ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഹോട്ട് ഇൻഫ്യൂഷൻ. അതാണ് നമ്മൾ പാരമ്പര്യമായിട്ട് കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത് തന്നെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കൂ, ക്യാരറ്റ് നല്ലപോലെ അതിലേക്ക് മിക്സായി നല്ലതായിട്ട് കൂടി ചേർന്ന് വരുന്നുണ്ട്. ഇനി അത് ഉണങ്ങി വിട്ട് വരുന്നിടം വരെ നമ്മളിത് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് തണുത്ത് കഴിയുമ്പോൾ ഇതിനെ ഊറ്റിയെടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഈ അലോവേര ജെല്ല് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്ക് ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് അലോവേര ജെല്ല് നമ്മളുടെ അവിടെ കുറേ അലോവേര ഉണ്ടായിരുന്നു. അതിൽ നല്ല നല്ല രസമായിട്ട് നമ്മൾ ഞെക്കുമ്പോഴേ അതൊന്ന് കണ്ടിച്ചിട്ടൊന്ന് ഞെക്കുമ്പോഴേ അതിൽ നിന്ന് ജെല്ല് നല്ല ഭംഗിയായിട്ട് വരുന്നത് കണ്ടപ്പോൾ എനിക്ക് അതും കൂടെ ആഡ് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിൽ ആഡ് ചെയ്തത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. കുഞ്ഞുങ്ങളെയൊക്കെ തേപ്പിക്കാനായിട്ട് ഇത് നല്ലതാണ്. ഞാൻ എൻ്റെ കൊച്ചിനെ ഇത് തേപ്പിച്ചിട്ടാണ് കുളിക്കുക. അവന് ചെറിയ എക്സീമയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ കയ്യിലും മുഖത്തുമൊക്കെ എക്സീമ, അതായത് ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ വര കുരു പോലെ വരും. എന്നിട്ട് അതിനൊരു ചെറിയ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം ഞാൻ എൻ്റെ കൊച്ചിനെ തേപ്പിക്കാറുണ്ട്. ഇത് അവനെ കയ്യിലും മുഖത്തുമൊക്കെ ചെറിയ എക്സീമയുടെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് അവനെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ എണ്ണ തേപ്പിച്ച് ഒരു 15 മിനിറ്റ് നിർത്തിയിട്ട് കുളിപ്പിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം അതിനകത്ത് ക്യാരറ്റും അലോവേര എല്ലാം നല്ല ഉണങ്ങി വിട്ട് വന്നിട്ടുണ്ട്. എണ്ണ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് വെക്കും. തണുത്ത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ ഊറ്റിയെടുക്കുന്നത്. അപ്പം നമ്മൾ പിഴിയൊന്നൊന്നുമില്ല, ഇത് നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് അലോവേര ജെല്ലൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അത് നമ്മളത് പതിയെ അതിനെ സ്പൂൺ വെച്ചിട്ട് മാറ്റുന്നേ ഉള്ളൂ. മറ്റേ തുണിയിലിട്ട് പിഴിയുന്നൊന്നുമില്ല. എന്നിട്ട് നമ്മളിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് ആ ക്യാരറ്റിൻ്റെ കളറൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. ഇപ്പം ക്യാരറ്റിൻ്റെ കളറും അതിൻ്റെ ഗുണമൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്യാരറ്റ് ഓയിൽ. വളരെ ഈസിയാണ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. I hear the sounds of your heartbeat.